ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അനുനയ നീക്കവുമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായ സംഭവം ഡോക്ടർ ഹാരിസിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശങ്കയറിയിച്ച ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർ നിക്ഷേപ തുക ആവശ്യപ്പെട്ട ബാങ്കിന് മുന്നിൽ കൂട്ടത്തോടെ നിക്ഷേപകരെത്തി. മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്കേറ്റ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ജീവൻ തിരിച്ചുകിട്ടിയത് ഭാഗ്യം കൊണ്ട്. വർദ്ധിപ്പിച്ച ഫീസ് ആവശ്യപ്പെട്ട ശക്തൻ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതർ ഇന്നും സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഉടമ സംയുക്ത സമിതി. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ BJPയുടെ ശ്രമം. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർ ടോണി നീലങ്കാവിലും പങ്കെടുത്തു. കൂടിക്കാഴ്ച 3/4 മണിക്കൂറോളം നീണ്ടുനിന്നു. വിഷയത്തിൽ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരുടെ ഇടപെടലുകളെക്കുറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ ആർച്ച് ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. തങ്ങളുടെ വേദനയും അമർഷവും അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തിന് എതിരാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. എത്രയും വേഗം കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്നും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. 2 സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന 40 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളതാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ, അത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ തരത്തിലാണ് വിവേചനങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം, ഞങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാധീനം. അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും, രാജീവ് ചന്ദ്രശേഖറാണ് അത് റെസ്പോണ്ട് ചെയ്തത് ആദ്യം. ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡാകണം. നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്നും പ്രധാനമന്ത്രിയും അമിത്ഷായും ഉറപ്പു തന്നിട്ടുണ്ട്. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഛത്തീസ്ഗഡിൽ നടന്നത് തെറ്റിദ്ധാരണകളെ പുറത്തുണ്ടായ സംഭവമാണ്. കോടതി വഴി ജാമ്യം ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. എനിക്കും ഞങ്ങളുടെ സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഞങ്ങളുടെ പാർട്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇവർക്ക് ജാമ്യം നൽകുക. അവർ ഈ കോർട്ട് പ്രോസസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ഇറങ്ങി മടങ്ങി വീട്ടിൽ. അപ്പോൾ ഇതിന് എല്ലാവരും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയമോ രാഷ്ട്രീയ പ്രിസമിൽ കൂടെ നോക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ന്യൂസ് ഡെസ്ക് TCV. വികസിത കേരളത്തിനും വികസിത തൃശൂരിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് ചേരുന്നവർക്ക് പൂങ്ങുന്ന മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പാർട്ടി അംഗത്വം നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരതത്തിനും വികസിത കേരളത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP. ഭാരതം മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ നാട് പിന്നോട്ടു പോവുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കണം. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മനസമാധാനത്തിന് വേണ്ടിയാണ് താൻ BJPയിൽ ചേർന്നതെന്നും അടുത്ത കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇനിയും കുറെ പേർ കൂടി ഉടൻ തന്നെ BJPയിലേക്ക് വരുമെന്നും പത്മജ അഭിപ്രായപ്പെട്ടു. ക്രിസ്ത്യൻ വിശ്വാസികളെ BJPയിൽ നിന്ന് അകറ്റാൻ പറ്റുമോ എന്നാണ് മറ്റു പാർട്ടികൾ ചിന്തിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ എന്തു പറഞ്ഞാലും ട്രോളാൻ ആളുകളുണ്ട്. ഏറ്റവും അധികം ട്രോളുകൾ കിട്ടിയവരാണ് ട്രോഫികൾ നേടിയിരിക്കുന്നത്. രാഷ്ട്രീയ ചാണക്യൻ കരുണാകരന്റെ മകളെ ഞങ്ങൾക്ക് നെഞ്ചിലേറ്റാൻ സാധിച്ചെങ്കിൽ തൃശൂരിലെ
ജനങ്ങളെയും ഞങ്ങൾക്ക് നെഞ്ചിലേറ്റാൻ സാധിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. രഘുനാഥ് സി മേനോൻ അധ്യക്ഷത വഹിച്ചു. ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ബിജെപി നേതാക്കളായ എൻ രാധാകൃഷ്ണൻ, എ നാഗേഷ്, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, മറ്റ് ബിജെപി നേതാക്കൾ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ കെ കരുണാകരന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന നേതാവ് വേലായുധൻ നായർ ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നിരവധി പേർ ബിജെപി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കിയ പുതിയ ആരോപണം. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായതാണ് പരാതി. ഇക്കാര്യം കണ്ടെത്തിയത് ഉപസമിതിയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളാണ് കാണാതായത്. ഉപകരണങ്ങൾ കാണാതായതിനെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണം നടത്തും. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്തും. ഡോക്ടർ ഹാരിസിന്റെ ചുമതലയിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഉപകരണങ്ങൾ കാണാതായതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. നേരത്തെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഉപസമിതിയുടെ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അങ്ങനെ തിരുവനന്തപുരത്ത് എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പൊ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പൊ അതിനൊരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമിതിയുടെ അന്വേഷണത്തിലാണ്, സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിൽ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നിക്ഷേപകർ ഇന്നും ബാങ്കിലേക്ക് പണം പിൻവലിക്കാനെത്തി. രാവിലെ മുതൽ ബാങ്കിൽ നിക്ഷേപകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ITU എന്ന ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് കടുത്ത നടപടി സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് 6 മാസക്കാലത്തേക്ക് നിക്ഷേപകർക്ക് 10,000 രൂപ മാത്രമാണ് പിൻവലിക്കാൻ കഴിയുക. നിക്ഷേപകരുടെ ആശങ്ക അകറ്റുന്നതിനായി ബാങ്ക് ഇൻഷുറൻസ് ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങി. 5 ലക്ഷം രൂപ വരെ നിക്ഷേപകർക്ക് 90 ദിവസ കാലാവധിക്കുള്ളിൽ തിരികെ ലഭിക്കുന്നതിനുള്ള ഇൻഷുറൻസ് ഫോമുകളാണ് നൽകി തുടങ്ങിയത്. ബാങ്കിൽ നിക്ഷേപമുള്ള എല്ലാവർക്കും ഈ ഫോമുകൾ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. മലക്കപ്പാറയിൽ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്കേറ്റു. ബേബിയുടെ മകൻ രാഹുലിനാണ് പുലി കടിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഇവർ താമസിച്ചിരുന്ന ഷെഡിലെത്തിയ പുലി കുട്ടിയെ കടിച്ചു വലിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ശബ്ദം കേട്ടുണർന്ന പിതാവ് ബേബി ബഹളം വയ്ക്കുകയും വടിയെടുത്ത് പിന്നാലെ എത്തുകയും ചെയ്തു. ഇതിനിടയിൽ പുലി കുട്ടിയെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. പുലി ഇങ്ങനെ സ്ഥിരം നടക്കണ്ടായിരുന്നു. ഇന്നലെ രാത്രി കയറി വന്നു കണ്ട് ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്നുകൊണ്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അവനെ കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറിവ്. പിന്നെ ഞങ്ങൾക്ക് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആധാർ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, റേഷൻ കാർഡില്ല, ഇതൊക്കെ സ്വന്തമായിട്ട് വീട് പോലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. രാഹുലിന് കഴുത്തിലാണ് പരിക്ക്. നഖവും പല്ലും കൊണ്ട് കഴുത്തിൽ മുറിവുണ്ട്. വിവരമറിഞ്ഞ് ട്രൈബൽ വകുപ്പിന്റെ ആംബുലൻസ് എത്തി കുട്ടിയെ ചികിത്സയ്ക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടി രക്ഷപ്പെട്ടതെന്ന് ബന്ധു കുമാർ പറഞ്ഞു. അതാണ് ഇവർ കിടന്നപ്പോൾ രാത്രി വന്നിട്ട് ഇവൻ പുലി വന്നിട്ട് കൊച്ചിനെ കൊണ്ടുപോയി. അന്ന് കാട്ടിനകത്ത് കൊണ്ടുപോയി കുറേ തോരം പോയപ്പോൾ ഇവർ എല്ലാവരും പുലി വന്നു ഒച്ചട്ടപ്പം അച്ഛൻ എല്ലാവരും കൂടി അങ്ങനെ എത്തിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു തകരമോ സീട്ടോ ഒന്നുമില്ല, ഇങ്ങനെ ഒരു വാർക്കിയോ ഒന്നുമില്ല. നമ്മുടെ മെയിനിൽ പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ വാതലെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു വാതലൊന്നുമില്ല. അത് ഏറ്റവും കൊണ്ട് ചെറുതായിട്ട് വന്ന് വെച്ചിരിക്കുകയാണ്. എന്ത് വന്നാലും അത് അങ്ങോട്ട് തളഞ്ഞോ. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് വീരാൻകുടി ഉന്നതിയിലെ വീട്ടുകാരെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഷെഡുകൾ കെട്ടിയാണ് ഇവർ താമസിക്കുന്നത്.
ശക്തൻ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതർ ഇന്നും സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. വർദ്ധിച്ച സ്റ്റാൻഡ് ഫീസ് നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് ബസ്സുകൾ തടഞ്ഞത്. 25 രൂപയായിരുന്ന സ്റ്റാൻഡ് ഫീസ് 40 രൂപയാക്കി നൽകണം എന്നാവശ്യപ്പെട്ടായിരുന്നു ബസ്സുകൾ തടഞ്ഞത്. സംഭവത്തിൽ ബസ് ഉടമകൾ പ്രതിഷേധിച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് ബസ്സുകൾ തടഞ്ഞത്. ഇതിനെ തുടർന്ന് ഏതാനും ബസ് സർവീസുകൾ തടസ്സപ്പെട്ടു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് ബസ് പിടിച്ചെടുത്ത് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം മാപ്രാണം സെന്ററിന് സമീപം മറ്റൊരു ബസിന്റെ കുറുകെ നിർത്തി റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ TCV വാർത്ത പുറത്തുവിട്ടിരുന്നു. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ശാസ്ത ബസ് ജീവനക്കാർ ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽനാസ് ബസിന്റെ കുറുകെ നിർത്തി അഭ്യാസ പ്രകടനം നടത്തിയത്. റൂറൽ പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 52 ദിവസം നീണ്ടുനിന്ന മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ കടലിലിറങ്ങി. കഴിഞ്ഞ ജൂൺ 9-നാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്. നീണ്ട നാളുകളിലെ വറുതിക്ക് ശേഷമാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷയോടെ കടലിലിറങ്ങിയത്. തുടർച്ചയായ മഴയിൽ കടൽ തണുത്ത അവസ്ഥയിൽ വലിയ കോള് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കഞ്ചാവ് വലിക്കുന്ന ചോദ്യം ചെയ്തതിന് വീട്ടിൽ കയറി യുവാവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനയൂരിൽ തെക്കന്തല വീട്ടിൽ സുമേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് രണ്ടാം പ്രതി തെക്കഞ്ചേരി പെരിങ്ങാടൻ വീട്ടിൽ അജിത്തിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെക്ഷൻസ് കോടതി ശിക്ഷിച്ചത്. കേസിലെ മറ്റ് 2 പ്രതികളായ തെക്കഞ്ചേരി വലിയകത്ത് വീട്ടിൽ ജബ്ബാർ, ഒരുമനയൂർ ഒറ്റത്തെങ്ങ് രായം വീട്ടിൽ ഷനൂബ് എന്നിവരെ 5 വർഷം കഠിന തടവിന് നേരത്തെ ശിക്ഷിച്ചിരുന്നു. രണ്ടാം പ്രതി അജിത്ത് വിചാരണയ്ക്കിടയിൽ ഒളിവിൽ പോകുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ പാചകവാതക സിലിണ്ടറിന് 33.50 രൂപയാണ് കുറച്ചത്. ഇതോടെ പുതിയ വില 1638 രൂപ 50 പൈസയായി. ഇത് ഇന്ന് മുതൽ നിലവിൽ വരും. 5 മാസത്തിനിടെ 177 രൂപ 50 പൈസയാണ് കുറച്ചത്. അതേസമയം ഗർഹിയ പാചകവാതക സിലിണ്ടർ വിലയിൽ ഇത്തവണയും മാറ്റമില്ല. പുത്തൻപീടികയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പുത്തൻപീടിക അകായി റോഡിൽ താമസിക്കുന്ന 73 വയസ്സുള്ള വളവുപുള്ളി ശിവരാമനാണ് മരിച്ചത്. പുത്തൻപീടിക സെന്റ് ജോസഫ് പന്തൽ വക്സിലെ ജീവനക്കാരനായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലത്തുപടി 65 വയസ്സുള്ള ഹമീദാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ വന്നു നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ നിന്നും തിരുവല്ലാമലയിലേക്കുള്ള റോഡിൽ പമ്പ് ഹൌസിന് മുന്നിലുള്ള റോഡിൽ രൂപം കൊണ്ട ഗർത്തം വാഹനയാത്രക്കാർക്ക് ജീവന് ഭീഷണിയാകുന്നു. റോഡിലെ കുഴിയുള്ള ഭാഗത്ത് 2 വീപ്പകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സുരക്ഷാ ഭീഷണി നിലനിൽക്കുകയാണ്. റോഡ് പണി നടക്കുന്നതിനാൽ ശ്രദ്ധിച്ചു പോകുക എന്ന അറിയിപ്പ് ടാർ വീപ്പയിൽ പതിച്ചിട്ടുണ്ട്. എങ്കിലും റോഡ് പണി മാത്രം നടക്കുന്നില്ല. കനത്ത മഴ വന്നാൽ റോഡിലേക്ക് വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടാക്കുന്ന പ്രദേശം കൂടിയാണിത്. കൂട്ടുപാതയിൽ നിന്ന് ഇറക്കമുള്ള റോഡായതിനാൽ ബൈക്ക് യാത്രികർ ഉൾപ്പെടെ അതിവേഗതയിലാണ് റോഡ് ഇടിഞ്ഞ ഭാഗത്തിലൂടെ കടന്നുപോകുന്നത്. ഒരു വാഹനത്തെ മറികടന്ന് മറ്റൊരു വാഹനം പോകുന്ന സമയത്ത് ഏറെ അപകട സാധ്യത നിലനിൽക്കുകയാണ്. മറുവശത്ത് റോഡിൽ നിന്ന് വാഹനങ്ങൾ താഴേക്ക് പതിക്കാതിരിക്കുന്നതിനായി നിർമ്മിച്ച കൈവരികളും സുരക്ഷിതമല്ല. അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അപകടം വിദൂരമല്ലെന്ന് പ്രദേശവാസിയായ മോഹനൻ പറയുന്നു. റോഡുകൾ മുഴുവൻ കുണ്ടും കുഴിയാണ്. ഈ റോഡ് ഇവിടെ പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഭയങ്കര കുണ്ടും കുഴിയും. 2 വീക്ക് വെച്ചിട്ട് 6 മാസമായി. ഈ സ്കൂൾ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. റോഡിൻ്റെ 2 ഭാഗം കാട് പിടിച്ച് പിന്നെ
അതിലേക്ക് ആരെങ്കിലും മറന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. ചിയാരം തിരുത്തൂർ ടെമ്പിൾ റോഡിൽ വാടക വീട്ടിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിയാരം സ്വദേശി കുരുതുകുളങ്ങര വീട്ടിൽ 60 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. വീടിനകത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ട്. കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വാതിൽ അടച്ചിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ ഒറ്റയ്ക്കാണ് താമസം. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബാങ്കിലെ ബാധ്യത മറച്ചുവെച്ച് സ്ഥലം വിൽപ്പനയ്ക്ക് കരാർ എഴുതി നൽകിയ 20 ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ലെന്നാരോപിച്ച് ഡോക്ടർ നൽകിയ പരാതിയിൽ ഡിസിസി ജനറൽ സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ആശാ സേവ്യർ നൽകിയ പരാതിയിലാണ് ഡിസിസി ജനറൽ സെക്രട്ടറി എ അഷ്റഫിനെതിരെ കേസെടുത്തത്. 25 ലക്ഷം രൂപ നൽകി കരാർ എഴുതിയെങ്കിലും 5 ലക്ഷം രൂപ തിരികെ നൽകി. 20 ലക്ഷം രൂപ കൂടി തിരികെ നൽകാമെന്ന ഉറപ്പ് പാലിച്ചില്ലെന്നാണ് പരാതി. അഷ്റഫിന്റെ വലിയ പറമ്പിലെ വീടിനോട് ചേർന്നുള്ള 3 സെന്റ് സ്ഥലവും ഷോപ്പിംഗ് കോംപ്ലക്സും ചേർന്ന് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപ നൽകി 3 മാസത്തെ കരാറാണ് ഉണ്ടാക്കിയത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ജലീൽ എന്ന ഇടനിലക്കാരൻ വഴിയാണ് സ്ഥല കച്ചവടം നടത്തി കരാർ ഒപ്പിട്ടത്. ഇയാളെയും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തിൽ ബാധ്യതയുണ്ടെന്ന കാരണം ചൂണ്ടിക്കാണിച്ച് കരാറിൽ നിന്ന് പിന്മാറിയാണ് 5 ലക്ഷം രൂപ തിരികെ കൈപ്പറ്റിയത്. ശേഷിക്കുന്ന 20 ലക്ഷം രൂപ തിരികെ നൽകാൻ സാവകാശം വേണം എന്നാണ് എ അഷ്റഫ് ആവശ്യപ്പെട്ടിരുന്നത്. കരാർ എഴുതിയ സ്ഥലവും കെട്ടിടവും 25 ലക്ഷം രൂപ അധികം വാങ്ങി വിൽക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടപ്പോഴാണ് ഡോക്ടർ കരാറിൽ നിന്ന് പിന്മാറി പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടതെന്നും അതിന് സാവകാശം വേണമെന്നും എ അഷ്റഫ് പറഞ്ഞു. നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നാളെ മതേതര ഇന്ത്യ സാഹോദര്യ സംഗമം സംഘടിപ്പിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കോർപ്പറേഷൻ പരിസരത്ത് നടക്കുന്ന ഏകദിന ഉപവാസ സാഹോദര്യ സംഗമം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായിരിക്കും. നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ.പി. അബ്ദുൽ വഹാബ് മുഖ്യപ്രഭാഷണം നടത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന ഉപവാസ സമരത്തിൽ വിവിധ സഭാ പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഷബീൽ ഹൈദരൂസി തങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പള്ളം, ജില്ലാ ജോയിന്റ് അംഗങ്ങളായ നസറുദ്ദീൻ മജീദ്, സുനിൽ ചിറ്റിയാൻ എന്നിവർ പങ്കെടുത്തു. കർക്കിടക മാസത്തിലെ ചോതിയാഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലും തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലും തമിഴ് ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. ചേരമാൻ പെരുമാളും സുഹൃത്ത് സുന്ദരമൂർത്തി നായനാരും ഉടലോടെ സ്വർഗം പോകിയെന്ന വിശ്വാസത്തിന്റെ തുടർച്ചയായാണ് ഈ ചടങ്ങുകൾ. പെരുമാളിനെയും സുന്ദരമൂർത്തി നായനാരെയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് മരം കൊണ്ട് തീർത്ത വെള്ളക്കുതിരപ്പുറത്തും വെള്ളാനപ്പുറത്തുമായി എഴുന്നള്ളിച്ച് തിരുവഞ്ചിക്കുളത്തെത്തിക്കുന്ന ചടങ്ങാണ് നടന്നത്. 90-ലധികം വർഷമായി സുന്ദരൻ ചേരമാൻ ഗുരുപൂജ ഉത്സവം എന്ന പേരിൽ കർമ്മങ്ങൾ നടത്തിവരുന്നുണ്ട്. വെളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി ഉന്നതിയിൽ സ്ഥാപിച്ചിരുന്ന മിനി ഹൈമാസ്റ്റ് വിളക്ക് കാറ്റിൽ നിലംപതിച്ച മാസങ്ങളായിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ലെന്ന് പരാതി. 4 മാസം മുൻപുണ്ടായ ശക്തമായ കാറ്റിൽ വലിയ മരം കടപുഴകി വീണതിനെ തുടർന്നാണ് മരത്തിന് സമീപം ഉണ്ടായിരുന്ന ഹൈമാസ്റ്റ് വിളക്ക് നിലംപതിച്ചത്. ഏതാനും വർഷം മുൻപ് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുൻകൈയെടുത്താണ് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക ചിലവഴിച്ച് കാരിക്കടവ് ഉന്നതിയിലെ വനവിഭവ സംഭരണ കേന്ദ്രത്തിന് സമീപം ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിൽ വെച്ചതിൽ പ്രതിഷേധിച്ച് കൊടകര സെന്റ് ജോസഫ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. പ്രതിഷേധ സദസ്സ് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, സിസ്റ്റർ ജ്യോതിസ്, കൈക്കാരൻ ജെയിംസ് കുറ്റിക്കാടൻ, പ്രതിനിധി യോഗ സെക്രട്ടറി തോമസ് ചിറണക്കൽ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, നൈജോ ആൻഡോ, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു.
ജയിലിൽ അടച്ച കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഡോക്ടർ ജോയ് വട്ടോലി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ അറക്കൽ, ജോൺസൺ ചെതലൻ, ജോസ് സെബാസ്റ്റ്യൻ, ഡേവിഡ് ചിറമൽ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക സമൂഹം മെഴുകുതിരികൾ തെളിയിച്ച് പ്രതിഷേധ റാലി നടത്തി. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ജോമോൻ കുന്നേൽ, കൈക്കാരന്മാരായ ഷാജൻ കുറിയടത്ത്, രാജേഷ് ചേലപ്പുറത്ത്, ജോഷി കണത്താൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പുറം രൂപത കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. കൊടുങ്ങല്ലൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോർസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. KRLCBC വ്യുമൺ കമ്മീഷൻ സെക്രട്ടറി സിസ്റ്റർ നിരഞ്ജന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. KLCWA രൂപത പ്രസിഡന്റ് റാണി പ്രദീപ്, സെക്രട്ടറി ഷൈബി ജോസഫ്, ഇടവക പ്രതിനിധികളായ ഷൈനി തോമസ്, ബിനു ബിബിൻ, മേരി ജാൻസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഇടവകകളിൽ നിന്ന് ആയിരങ്ങൾ ഒപ്പിട്ട കത്ത് രാഷ്ട്രപതിക്ക് അയച്ചു. രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരാഴ്ച കഴിയുകയാണ്. കാരണം കഴിഞ്ഞ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അകാരണമായി ജയിലടച്ചതിനെതിരെ കാര ഇടവക പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ വിനു പീറ്റ പടമാട്ടുമൽ, സിസ്റ്റർ ജിജി സാജു ഇളംതുരുത്തി, ജോണി ആശാരിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജയിലടച്ച കന്യാസ്ത്രീകൾ അടിയന്തരമായി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, പ്രീജു ആന്റണി, റഹീം പള്ളത്ത്, കെ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്നതിന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഭരണഘടനാ സംരക്ഷണത്തിനായി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഒന്നിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി. ബാബറി മസ്ജിദിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിംകൾക്കിടയിൽ തീവ്രവാദം വളർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചത് ശിഹാബ് തങ്ങളാണെന്ന് സാദിഖ് അലി അനുസ്മരിച്ചു. മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാദിഖ് അലി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് K ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. PM അബ്ദുൽ ജബ്ബാർ, റഹമത്തുള്ള, VC അബ്ദുൽ ഗഫൂർ, VK നാസർ തുടങ്ങിയവർ സംസാരിച്ചു. തങ്ങളുടെ അടുക്കിലേക്ക് ഒരു മുഷിപ്പുമില്ലാതെ അഹമ്മദാജിയുടെ വിളി വരുമ്പോൾ ഞങ്ങൾക്ക് തുക തരുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് വിളിച്ചു. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റായിരുന്ന പുന്ന നൌഷാദ് രക്തസാക്ഷിത്വ ദിനം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പൊതുസമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, DCC സെക്രട്ടറിമാരായ TS അജിത്ത്, MB ഹൈദരാലി, A അലാവുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അവിടെ പോയിട്ടുള്ളവരാണ്. മതേതരവാദിയെ പിന്നിൽ ഞങ്ങൾ കൊണ്ടുവരും, മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും, യാതൊരു സംശയവും വേണ്ട എന്ന് ഇരുന്നോളൂ. പോലീസിന് ഒത്താശ ചെയ്തു കൊടുത്ത് കോൺഗ്രസിന് ഉന്മൂലനം ചെയ്യാമെന്ന് കരുതിയ CPM-കാരോടും പറയുന്നു. SDPIയും CPM-ഉം തമ്മിലുള്ള പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. ലാബോറട്ടറി, OP, കാത്തിരിപ്പ് കേന്ദ്രം, ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റ്, കോൺഫറൻസ് ഹാൾ എന്നിവയുടെ സമർപ്പണമാണ് നടന്നത്. MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായിരുന്നു. നിരവധി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആരോഗ്യ വകുപ്പ് മേധാവികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 9 വർഷം മുൻപുള്ള കുടുംബാരോഗ്യ കേന്ദ്രം, അന്ന് കുടുംബാരോഗ്യ കേന്ദ്രമേ ഇല്ല. അന്ന് ബ്ലോക്ക് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രം. മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രേംചന്ദ് ജയന്തിയോടനുബന്ധിച്ച് ഹിന്ദി അസംബ്ലി നടത്തി. ഹെഡ്മിസ്ട്രസ് വീണ വേണുഗോപാൽ, അധ്യാപകരായ രേഖ, E വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. എല്ലാവരും വെയിലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല.
വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും ക്ഷേത്രശുദ്ധിയും നടന്നു. ചടങ്ങുകൾക്ക് ആവണപ്പറമ്പ് നിതിൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത്, ഓലാട് നന്ദൻ നമ്പൂതിരിപ്പാട് എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് സി വിദ്യാസാഗർ, മാതൃസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൗമ്യ മായദാസ്, കമ്മിറ്റി അംഗങ്ങളായ വി ആർ ശ്രീകാന്ത്, കവിത, ജയരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോളഴി പഞ്ചായത്തിന്റെയും IRTC ഹരിത സഹായ സ്ഥാപനത്തിന്റെയും നേതൃത്വത്തിൽ സെന്റ് മേരീസ് CBPS കൊട്ടേക്കാട് സ്കൂളിൽ പാഴ്പുതുക ഉത്സവം സംഘടിപ്പിച്ചു. കോളഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശംബരൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് സിസ്റ്റർ റീജ തെരേസ് അധ്യക്ഷത വഹിച്ചു. ഷിബി പോൾ, വാർഡ് മെമ്പർ ലോനപ്പൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉഷ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണം നിക്ഷേപിച്ച ആർക്കും പണം നഷ്ടപ്പെടില്ലെന്ന് കോൺഗ്രസ് നേതാവും ബാങ്ക് ചെയർമാനുമായ MP ജാക്സൺ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കിൽ പണ നിക്ഷേപം നടത്തിയ നിക്ഷേപകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ചെയർമാൻ പറഞ്ഞു. ബാങ്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ലോൺ നൽകിയ പണം തിരിച്ചുപിടിച്ച് ബാങ്ക് പൂർണ്ണമായും തിരിച്ചുവരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഭരണം കൈയാളാമെന്ന CPM-ന്റെയും BJP-യുടെ മോഹം നടക്കില്ലെന്നും കോൺഗ്രസ് തന്നെ നഗരസഭാ ഭരണത്തിൽ തുടരുമെന്നും MP ജാക്സൺ പറഞ്ഞു. ചേർപ്പ് പോലീസ് സ്റ്റേഷനു മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി M സുജിത് കുമാർ, കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ, ചേർപ്പ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് എന്നിവരെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടന ചടങ്ങിനെത്തിയ മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കാൻ നിൽക്കുകയാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരായി സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണത്തിന് വില കുറഞ്ഞു. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 9150 രൂപയും പവന് 73,200 രൂപയുമായി. ഇന്നലെ ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയും കുറഞ്ഞ് യഥാക്രമം 9170 രൂപയും 73,360 രൂപയുമായിരുന്നു. ബുധനാഴ്ച പവന് 480 രൂപയും ഗ്രാമിന് 60 രൂപയും വർദ്ധിച്ചിരുന്നു. CBSE സ്കൂളുകളുടെ സംസ്ഥാന കബഡി ടൂർണമെന്റിന്റെ ഭാഗമായുള്ള CBSE ക്ലസ്റ്റർ കബഡി ടൂർണമെന്റ് പാടുകാട് കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 6, 7 തീയതികളിൽ തൃശൂരിൽ നടക്കും. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം 6-ന് 10-ന് മേയർ MK വർഗീസ് നിർവഹിക്കും. വിവിധ ജില്ലകളിലെ 25-ലധികം CBSE സ്കൂളുകളിൽ നിന്നുള്ള 500-ലധികം ആൺകുട്ടികളും പെൺകുട്ടികളും ടൂർണമെന്റിൽ പങ്കെടുക്കും. അണ്ടർ 40, അണ്ടർ 70, അണ്ടർ 90 എന്നീ 3 വിഭാഗങ്ങളായാണ് മത്സരം. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രസിഡന്റ് TS സജീവൻ, വൈസ് പ്രസിഡന്റ് AG നാരായണൻ, സെക്രട്ടറി AN ഭാസ്കരൻ, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രുതി ബാലകൃഷ്ണൻ, അധ്യാപകൻ CK മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ഭൂമികയ്ക്ക് ഒരു തൈ എന്ന പരിപാടിയുടെ ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാതല ഉദ്ഘാടനം മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ കലാ സംവിധായകൻ ഷബീർ അലി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ V സ്മിത അധ്യക്ഷയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി N തോമസ് ഫലവൃക്ഷ തൈകൾ സ്കൂളിന് കൈമാറി. ഭൂമിക്കൊരു തൈ പദ്ധതിയുടെ ഭാഗമായുള്ള ബ്രോഷർ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജി മാത്യു, ശങ്കരനാരായണൻ, അധ്യാപകരായ KS രതീഷ്, TT അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിന്റെ പ്രധാന ഹാൾ തുറന്നു നൽകി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി വിശിഷ്ടാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ് എന്നിവർ പങ്കെടുത്തു.
രാജകന്യക എന്ന ചിത്രം ഓഗസ്റ്റ് 1 മുതൽ റിലീസിനെത്തുന്നു. ആദ്യം കേരളത്തിലും തുടർന്ന് മറ്റു ഭാഷകളിൽ ലോകമെമ്പാടും ചിത്രം റിലീസ് ചെയ്യും. മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കി കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു ഫാന്റസി ത്രില്ലർ ചിത്രമാണ് രാജകന്യക. വൈസ് കിങ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദമാണ് ഈ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്ക്, ആത്മീയ രാജൻ, രമേശ് കോട്ടയം, ഭഗവത് മാനുവൽ, ഷിബു തിലകൻ, രഞ്ജിത്ത് കലാഭവൻ തുടങ്ങി നിരവധി കലാകാരന്മാർ പ്രമുഖ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് പ്രദീപ് മേനോൻ, PRO AS ദിനേശ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അനുനയ നീക്കവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായ സംഭവം ഡോക്ടർ ഹാരിസിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശങ്കയറിയിച്ച് ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർ. നിക്ഷേപ തുക ആവശ്യപ്പെട്ട ബാങ്കിന് മുന്നിൽ കൂട്ടത്തോടെ നിക്ഷേപകരെത്തി. മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ട്. വർദ്ധിപ്പിച്ച ഫീസ് ആവശ്യപ്പെട്ട് ശക്തൻ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതർ ഇന്നും സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഉടമ സംയുക്ത സമിതി. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.